രാഹുൽ മാങ്കൂട്ടം കളത്തിലിറങ്ങി. OJ ജനീഷ് മന്ത്രിയായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും പാലക്കാട് MLAയുമായിരുന്ന രാഹുൽ മാങ്കൂട്ടം KCക്കൊപ്പം ചേർന്ന് വീണ്ടും കോൺഗ്രസിനെ സജീവമാക്കാൻ മുന്നൊരുക്കങ്ങൾ തുടങ്ങിയതായി സൂചന. OJ ജനീഷിനെ മന്ത്രിയാക്കി വിസ്മയം തീർത്തതിന് പിന്നിൽ മാങ്കൂട്ടത്തിനും ഷാഫിക്കും പങ്കുണ്ടെന്ന വാർത്തകളും ഇപ്പോൾ നാടെങ്ങും പ്രചരിക്കുന്നുണ്ട്. പരസ്പര സമ്മതത്തോടെ നടന്ന ലൈംഗിക വീഴ്ചയിൽ രാഹുൽ മാത്രം കുറ്റക്കാരനായി മാറിയതിന് പിന്നിലെ കരങ്ങൾക്ക് പിന്നിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പങ്കുകൂടി അന്വേഷിക്കണമെന്ന രാഹുലിന്റെ ആവശ്യം തുടക്കം മുതൽ കോൺഗ്രസിന്റെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ മുഖവിലക്കെടുത്തില്ലെന്ന പരാതിയും നിലനിൽക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജനപ്രതിയും നേതൃപാഠവും തിരിച്ചറിഞ്ഞ സ്വന്തം പാർട്ടിക്കാരിൽ ചിലരാണ് രാഷ്ട്രീയത്തിൽ ഇനിയും അയാൾ വളരാൻ പാടില്ലെന്ന നിലപാടെടുത്തത്. പറവൂർ സ്വദേശിനിയായ യുവതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം രംഗത്ത് വന്നത്. അതിനു പിന്നിലും കൃത്യമായ രാഷ്ട്രീയ അജണ്ടകളുണ്ടായിരുന്നു. 2021 പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിൽ വടകരയിൽ നിന്നും മത്സരിച്ച് MP ആയതോടെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ചാനലുകളിൽ സ്ഥിരമായി യൂത്ത് കോൺഗ്രസ് പ്രതിനിധിയായി പങ്കെടുത്തിരുന്ന മാങ്കൂട്ടത്തെ കഴിവുള്ള യുവനേതാവായിട്ടാണ് രാഷ്ട്രീയ കേരളവും വിലയിരുത്തിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന്റെ പദവിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ തെരഞ്ഞെടുക്കാൻ പ്രധാന കാരണക്കാരനായതും അതിനു മുമ്പ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ ഉണ്ടായിരുന്ന ഷാഫി തന്നെയാണ്. VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും മുരളീധരനും അടൂരുകാരനായ ചെറുപ്പക്കാരന്റെ രാഷ്ട്രീയ വളർച്ചയിൽ എതിർപ്പുണ്ടായിരുന്നു എന്നാണ് അന്ന് കേട്ടിരുന്ന പിന്നാമ്പുറ വാർത്തകൾ. KC വേണുഗോപാലിനും രാഹുൽ ഗാന്ധിക്കും പ്രിയപ്പെട്ടവനെന്ന ഒറ്റ കാരണത്താലാണ് ഷാഫിയും PC വിഷ്ണുനാഥും ചാണ്ടിയുമ്മനും ബൽറാമും ഒക്കെ ചേർന്ന് രാഹുലിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദവിയിൽ എത്തിച്ചത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവും പാലക്കാടുകാരനുമായ ഡോക്ടർ P സരിൻ എതിർപ്പുമായി രംഗത്ത് വന്നു. യൂത്ത് കോൺഗ്രസ് നേതാവായ രാഹുലിനൊപ്പം എപ്പോഴും ഉണ്ടായിരുന്ന ഡോക്ടർ സരിന് പെൺവിഷയത്തിൽ മാങ്കൂട്ടത്തിന്റെ താല്പര്യങ്ങളും അത്തരത്തിൽ അയാൾക്കുള്ള ചില സ്ത്രീ സൗഹൃദങ്ങളെക്കുറിച്ചും അറിയാമായിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാതായതോടെ CPMലേക്ക് ചേക്കേറി പാലക്കാട് ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഡോക്ടർ സരിനാണ് പിണറായി വിജയന്റെയും CPMന്റെയും കണ്ണിലേക്കാരനായ രാഹുലിനെ കൊടുക്കാൻ കെണിയൊരുക്കിയത് എന്ന് വിശ്വസിക്കുന്നവരും കോൺഗ്രസിലുണ്ട്. രണ്ടാം പിണറായി സർക്കാരിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന വീണ ജോർജിനെതിരെ ആറന്മുളയിൽ മത്സരിച്ച് വിജയിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയും സതീശ രമേശ മുരളീധര പക്ഷവും രാഹുലിന്റെ രാഷ്ട്രീയ വളർച്ച തടയാൻ കരുക്കൾ നീക്കിയെന്ന സൂചനകളും അക്കാലത്ത് ഉയർന്നിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം മത്സരിച്ച സമയത്തോ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ആദ്യ നാളുകളിലോ രാഹുലിനെതിരെ പീഡന പരാതികൾ ഉന്നയിക്കാതിരുന്ന വിവാഹിതരായ യുവതികൾ അവിവാഹിതനായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പിന്നീട് രംഗത്ത് വന്നതാണ് ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന സംശയം ഉയരാൻ കാരണമായത്. പാലക്കാട്ടെ ഹോട്ടൽ മുറിയിൽ നിന്നും പച്ചപ്പാതിലേക്ക് പിണറായി സർക്കാരിന്റെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്കാണ് ഇടതു വലതു മുന്നണികളിൽ ചിലർ ചേർന്ന് തടയിട്ടത്. പീഡനക്കേസിൽ പെട്ടില്ലായിരുന്നുവെങ്കിൽ 2026 പാലക്കാട് നിന്നും വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട് VD സതീശൻ മന്ത്രിസഭയിൽ ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷിന്റെ പദവിയിൽ ഇരിക്കേണ്ട ഇരുത്തം വന്ന യുവനേതാക്കളിൽ ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനാണ് കോൺഗ്രസ് തറവാടിന്റെ പടിക്കെട്ടിന് പുറത്ത് നിസ്സഹായനായി ഇപ്പോൾ നിൽക്കുന്നത്. KCയോട് പ്രത്യേക അടുപ്പമുള്ളവരായി അതിവേഗം മാറിയ ഷാഫിയും വിഷ്ണുനാഥും പാലക്കാട് നിന്നുള്ള PK ശ്രീകണ്ഠൻ MPയും രാഹുലിന്റെ ഭാവി തുലച്ച രമേശനും സതീശനും പിന്തുണ കൊടുക്കാതെ KCക്കൊപ്പം അടിയുറച്ചു നിന്നതിനുള്ള പ്രതിഫലമാണ് അവസാന നിമിഷത്തിൽ OJ ജനീഷിനും ശ്രീകണ്ഠന്റെ ഭാര്യ KI തുളസിക്കും കിട്ടിയ മന്ത്രി കസേരകൾ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായ OJ ജനീഷിനെ മന്ത്രിയാക്കാനുള്ള KCയുടെ നീക്കത്തിനെതിരെ രമേശ് ചെന്നിത്തലയും സതീശനും ശക്തമായ പ്രതിരോധം തീർത്തെങ്കിലും അന്തിമ വിജയം KCക്കും ഷാഫിക്കും ഒപ്പമായിരുന്നു. VP സജീന്ദ്രനും അൻവർ സാദത്തും IC ബാലകൃഷ്ണനും അബിൻ വർക്കിയുമെല്ലാം സ്വപ്നം കണ്ട മന്ത്രിസ്ഥാനമാണ് അവസാന ലാപ്പിൽ KC വേണുഗോപാലും ഷാഫിയും ചേർന്ന് അടിച്ചു മാറ്റിയത്. അൻവർ സാദത്തില്ലാത്ത മന്ത്രിസഭയിൽ താനില്ലെന്ന് പലവട്ടം നിലപാടെടുത്ത രമേശ് ചെന്നിത്തല ഒടുവിൽ മന്ത്രിസഭയിൽ അംഗമാവുകയും ചെയ്തു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗംഭീര തിരിച്ചുവരവാണ് ഇപ്പോൾ കക്ഷിഭേദമില്ലാതെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത്. മിടുക്കരായ ഒരു യുവനേതാവിന്റെ തകർച്ചയ്ക്ക് കാരണക്കാരായവരും അവർക്കിടയിൽ ചാട്ടുകങ്ങളായി പ്രവർത്തിച്ചവരും രാഹുലിന്റെ രണ്ടാം വരവ് തെല്ലൊരു ഞെട്ടലോടെയാണ് നോക്കിക്കാണുന്നത്. അതിന് തക്കതായ കാരണവുമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഉഭയസമ്മതപ്രകാരം നടന്ന ശാരീരിക ബന്ധത്തിന്റെ മറവിൽ രാഹുലിനെ മാത്രം കുറ്റക്കാരനാക്കിയ യുവതികളെല്ലാം വിവാഹിതകളാണെന്ന ഒറ്റ കാരണത്താൽ അധികം വൈകാതെ രാഹുൽ കുറ്റവിമുക്തനായി മടങ്ങി വരും. രാഹുലിനെ ഇന്നും സ്നേഹിക്കുന്ന കേരളത്തിലെ മുതിർന്ന വീട്ടമ്മമാർ ഇപ്പോഴും ആ ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആരാധനാലയങ്ങളിൽ വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ജനമനസ്സുകളിൽ രാഹുലിന്റെ സ്വാധീനം അത്ര ചെറുതല്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. A to Z ന്യൂസ് മലയാളം 24.